ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയയിൽ വരുന്ന ഒരു ഗിയർ ഇൻഡിക്കേഷൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഗിയർ ഇൻഡിക്കേറ്റർ കാണിക്കാതെ നിൽക്കുക എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് കുറച്ചൊരു കോമൺ ആയിട്ടുള്ള കംപ്ലയിൻസ് ആണത്. അപ്പോൾ ഇതിൽ നോക്കുക, ചാവി ഓണാക്കിയ സമയത്ത് അവിടെ ഉണ്ടല്ലോ ഗിയർ ഇൻഡിക്കേഷൻ്റെ പൊസിഷനിൽ ചെറിയൊരു ബാറ് മാത്രമാണ് കാണുന്നത്. പൊസിഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഗിയർ ഇൻഡിക്കേഷൻ സെൻസർ വരുന്നത്. 2.8 ബോൾട്ടാണ് വരുന്നത്. അത് ഇതിലെങ്ങനെ കയറിപ്പോയി, ഇതെങ്ങനെ മുകളിൽ. ഇതാണ് ഇതിൻ്റെ മോഡുലേറ്റർ വരുന്നത് കേട്ടോ. ആ സാധനത്തിൻ്റെ മോഡുലേറ്റർ. അപ്പോൾ ഗിയർ ഇൻഡിക്കേഷൻ്റെ സെൻസർ അയച്ചായിട്ട് നമുക്കൊരു എർത്ത് കൊടുത്താൽ തന്നെ അറിയാൻ പറ്റും ഏതാണോ ഇൻഡിക്കേഷൻ്റെ എന്താണ് കംപ്ലയിൻസ് എന്നുള്ളത്. ആ പൊസിഷനിൽ നമ്മൾ ഓരോ പൊസിഷനിൽ എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കംപ്ലയിൻസ്, മോഡുലേറ്ററിനാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ. ഗിയർ പൊസിഷൻ സെൻസർ 1050 രൂപയാണ് ഇതിന് വരുന്നത്. ഇതാണ് ഒരു മോഡുലേറ്റർ വരുന്നത്. ഇതാണ് അതിൻ്റെ സെൻസറിൻ്റെ ഓരോ പൊസിഷൻ വരുന്നത്. ഓരോ പൊസിഷനിൽ എർത്ത് വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ എർത്ത് അങ്ങോട്ട് അയച്ചതിന് ശേഷം നമുക്ക് അതിന് ഓരോ പൊസിഷനിലും ചെറുങ്ങനെ ബോഡി എർത്ത് കൊടുത്താൽ അറിയാൻ പറ്റും മോഡുലേറ്ററിനാണോ കംപ്ലയിൻ്റ്, വേറെ വല്ല കംപ്ലയിൻ്റ് ആണോ എന്നുള്ളത് കേട്ടോ. ഇതിനുള്ള ശരിക്കും പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അയച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അതേ പൊസിഷനിൽ തന്നെ കറക്റ്റ് ആ പോയ വഴിക്ക് തന്നെ കൊണ്ടുപോയിട്ട് ആ കറക്റ്റ് ടാപ്പ് ചെയ്ത് വിടുക, ടൈറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ഇൻഡിക്കേഷന് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരാറില്ല സാധാരണ. അതിനുള്ള ചെറിയൊരു ഡോൾ ഉണ്ടാവും. ആ ഡോള് ടച്ചാതെ വന്നാലും വരും സെൻസറിൻ്റെ ഉള്ളിൽ. ഇത് ശരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റിയിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ, ഒരു കൈ കൊണ്ട് ഇത്, അതുകൊണ്ടാട്ടെ ചെറുങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കപ്പർ അയക്കുകയാണെങ്കിലും ഏതൊരു ഇത് അയച്ചെടുക്കുകയാണെങ്കിലും കറക്റ്റ് എന്തെങ്കിലും ഒരു എളുപ്പപ്പണി എടുക്കാതെ നമ്മൾ ശരിക്കും ആ പൊസിഷനിൽ തന്നെ ശരിക്കും ടൈറ്റാക്കി ഇടാൻ വളരെയധികം ശ്രദ്ധിക്കണം. ചില ആളുകൾ അയച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വെറുതെ കുടുക്കി വെറുതെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് വെക്കണ കാണും. നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് വരുന്ന ഒരുപാട് വണ്ടികൾ അങ്ങനെയുണ്ട്. അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിങ് റീപൊസിഷനിങ് ചെയ്യില്ല, എങ്ങനെയെങ്കിലൊക്കെ അവിടെ ഇട്ടങ്ങ് വിട്ടേക്കും. ഇത് വളരെ ഈസി പ്രോസസ്സാണ്. പക്ഷേ ഒരു കൈ കൊണ്ട് ക്യാമറ, ഒരു കൈ കൊണ്ട് ഇത് ആയതുകൊണ്ടോട്ടെ ഇങ്ങനെ ആവുന്നത്. അതിനുള്ളിൽ കയറ്റി വിടണം. നല്ല ടൈറ്റാണത്. ഒരു ടാഗാണ്. ടാഗ് പൊട്ടിക്കാതെ അതിലേക്ക് തന്നെ നല്ല കയറ്റിയിടുകയാണ്. ക്ലിപ്പിലേക്ക് അങ്ങനെ ഇറക്കി വെക്കണം. പുതിയ സെൻസർ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഓരോ കാര്യത്തിൽ തന്നെയാണ് വർക്കിംഗ് ഇല്ലാത്തത് തന്നെയാണോ എന്നുള്ളത്. ഒന്നുമില്ല, ഓരോ പോയിന്റിലേക്ക് ഓരോന്ന് എർത്ത് കൊടുത്ത് നോക്കട്ടെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ന്യൂട്രൽ, 0, 4th, 5th ഒക്കെ അതിൽ തന്നെ കാണിക്കും ഓരോ പൊസിഷനിലും. കൊണ്ട് കറക്റ്റ് സീറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഇപ്പോൾ കണ്ടില്ലേ 5th. ഇപ്പോൾ ഗിയർ പൊസിഷനും കാണിക്കാൻ തുടങ്ങി. 5ാമത്തെ ഗിയറിലാണ് വണ്ടിയുള്ളത്. 4ാമത്തെ ഗിയറായി, 3ാമത്തെ ഗിയറായി, 3rd, 4th. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.